ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ, ഒരു കപ്പ് അരിപ്പൊടി നല്ല നൈസ് വറുത്ത് പൊടിച്ചതും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ എങ്ങനെയാണെന്ന് നോക്കല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് ആ കപ്പ് അരിയിലേക്ക് ഒരു കപ്പ് തന്നെ നാളികേരം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുറി നാളികേരം ചെറിയപ്പോൾ ഒരു കപ്പ് നാളികേരം അതിൻ്റെ അപ്പോൾ അതിലേക്ക് ഒരു 5-8 ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് നല്ല ഫ്ലേവറിൻ്റെ മണത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. അതിലേക്ക് പാല് തിളപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. വെള്ളത്തിന് ബദല് പാല് തിളപ്പിച്ചത് ചൂടോട് കൂടി നല്ല കുറച്ച് അറിയിട്ടുണ്ട് കേട്ടോ. തിളച്ചുകൊണ്ടല്ല, തിളപ്പിച്ച് വെച്ച പാല് ചെറിയ ചൂടോട് കൂടി നല്ല വറുത്ത അരിപ്പൊടിയില്ല അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം നൈസായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നാളികേരവും നമ്മുടെ പാലും നല്ല ചെറുള്ളിയൊക്കെ കൂടി ചേർന്നാലുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മാവിന്. അപ്പം തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അതുപോലെ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി അരച്ചിട്ട് വരാം. അപ്പോൾ അത് നൈസായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. വേണ്ട ഇതുപോലെ നമുക്ക് ഇനി അത് അപ്പം ചൂടാൻ നോക്കട്ടെ. അപ്പോൾ കട്ടി അത്യാവശ്യം വേണം കേട്ടോ. നോക്കി ഇതുപോലെ കട്ടിയിൽ വേണം മാവ് ഇരിക്കാൻ. അതിലേക്ക് ജീരകം കുറച്ചിടാം കേട്ടോ. 1 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ലതാണ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ പാലാണ് അതിൽ നമ്മളൊരു കവറ് പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കവറ് പാലും പിന്നെ ഒരു മുറി നാളികേരം, അതുപോലെ ചെറിയ ഉള്ളിയുടെ ഫ്ലേവറിൻ്റെ മണം നല്ല അടിപൊളിയാട്ടോ ഈ അപ്പത്തിന്. അപ്പോൾ അത് കൂടിയിട്ട് നന്നായി മിക്സാക്കി പാലൊക്കെ കൂടി അരച്ചിട്ട് പൊടി ഒന്നും നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടുള്ള പാലൊഴിച്ചിട്ട് അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും മാവിന്. അപ്പോൾ ഇങ്ങനെ ചൂടുന്ന അപ്പം നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ. കറി കൂടി കഴിക്കുമ്പോഴേ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കറി വേണ്ടാത്ത കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര മധുരം ചേർത്തിട്ടുണ്ടാക്കിയാൽ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കണ്ട ഒരു അപ്പം തയ്യാറായിട്ട് നമുക്ക് അതിൻ്റെ നല്ല സോഫ്റ്റായി തൊടുമ്പോൾ. ഇതിൽ ഈസ്റ്റും അപ്പസോഡക്കാരോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നല്ല നാച്ചുറലായിട്ടുള്ള അരിയും പാലും നാളികേരമൊക്കെ ചേർത്തിട്ട് അരച്ചുണ്ടാക്കിയത് കേട്ടോ. നല്ല സോഫ്റ്റായ നല്ല ഹെൽത്തിയായ പലഹാരം കേട്ടോ അപ്പം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാലത്ത് നേരം. നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പിന്നെ പാല കൂട്ടി അരച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, വെള്ളം ചേർക്കുന്നതിന് ബദല് പാല് ചേർക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒപ്പം നമ്മൾ ഒഴിച്ചിട്ടിട്ട് ഒരു കയ്യിൽ കണ്ട മറിച്ചിടാൻ അങ്ങനെ ഒന്ന് മറിച്ചിട്ടാൽ മതിയിട്ട് ആ പാത്രം തന്നെ എടുത്ത് ഒന്ന് മുകളിലേക്ക് ആക്കി അത് മറിഞ്ഞ് കിട്ടും. കണ്ട ഇനി അടിഭാഗം കൂടി റെഡി ആയി അപ്പം റെഡി ആയിട്ടോ. അപ്പോൾ അടിഭാഗമൊക്കെ റെഡിയായി തുടങ്ങിയിട്ട് അതുകൂടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിൻ്റെ അരച്ചിട്ട് മാവ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ ദോശയ്ക്ക് മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഉപയോഗിക്കണ പോലെ ഇതും ഉപയോഗിക്കാം കേട്ടോ. കേടുവരില്ല. അപ്പം നമ്മുടെ മറ്റുള്ള മാവ് കൊണ്ട് എല്ലാ അപ്പങ്ങളും ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ കഴിക്കാനൊക്കെ ഏറ്റവും നല്ല 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ചൂടാനൊക്കെ എത്ര വേഗത്തിലാണ് കഴിയണേ. നല്ല സോഫ്റ്റായി അപ്പമായിട്ട് കിട്ടും ചെയ്യും കണ്ട. നല്ല മാതിരി ഓട്ടോട്ടായിട്ട് നല്ല രസത്തിൽ കണ്ട. നോക്കി എല്ലാ അപ്പം ചുട്ട് കഴിഞ്ഞു വിട്ടപ്പോൾ എല്ലാ മാവ് കൊണ്ടുള്ള അപ്പം ചുട്ട് കഴിഞ്ഞു. നോക്കി കടലക്കറി ഉണ്ടാക്കി ഞാൻ കാലത്ത് തന്നെ കഴിക്കാനായിട്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.